Hello students, welcome back to Bosco Campus Session. In the previous session we were discussing about modern portfolio theory. So in this session we are moving on to the next topic, that is CAPM, Capital Asset Pricing Model. So the Capital Asset Pricing Model was developed in the mid-1960s by William Sharpe, John Linder and Jan Mosin. It is really an extension of the portfolio theory of Markowitz. സോ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തത് mid-1960s അത് ഡെവലപ്പ് ചെയ്തത് 3 എക്കണോമിസ്റ്റുകളാണ്, വില്യം ഷാർപ്പ്, ജോൺ ലിൻഡർ ആൻഡ് ജാൻ മോസിൻ. സോ അതുകൊണ്ട് തന്നെ ഈ തിയറി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് ഷാർപ്പ് ലിൻഡർ മോസിൻ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്നാണ്. ഇവർ 3 പേരും കൂടിയാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഇത് ആക്ച്വലി മാർക്കോവിറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ തിയറിയുടെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ്. പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന കൺസെപ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്ത മാർക്കോവിറ്റ്സ് മോഡൽ അല്ലെങ്കിൽ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഒരു എക്സ്റ്റൻഷനാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. സോ സെക്യൂരിറ്റീസിൻ്റെയും പോർട്ട്ഫോളിയോസിൻ്റെയും സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് CAPM മോഡൽ ഹെൽപ്പ് ചെയ്യും. And it help investors to access the extent of additional return the investors get by taking additional risk over and above the risk-free return. സോ ഈ ഒരു മോഡലിൽ പ്രധാനമായിട്ടും വരുന്ന 2 കൺസെപ്റ്റുകളാണ് അഡീഷണൽ റിട്ടേണും റിസ്ക് ഫ്രീ റിട്ടേണും. സോ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുമ്പോൾ തീരെ റിസ്ക് ഇല്ലാത്ത അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സച്ച് ആസ് ബോൺസ്, ട്രഷറി ബിൽസ് എക്സെട്ര. സോ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം റിസ്ക് ഫ്രീ ആണ്. റിസ്ക് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, എന്നാലും ബാക്കിയുള്ള സെക്യൂരിറ്റീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ ആണ്. സോ ഒരു തരത്തിലുള്ള ഹൈ റിസ്ക് എടുക്കാതെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ് നമ്മൾ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. സോ CAPM മോഡലിൽ ഈ റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് അഡീഷണൽ റിട്ടേൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടും, അതായത് റിസ്ക് എടുക്കാതെ പരിധി വരെ ഒരു റിട്ടേൺ കിട്ടും. പിന്നെയുള്ള അഡീഷണൽ റിട്ടേൺ എന്ന് പറയുന്നത് അഡീഷണൽ റിസ്ക് എടുക്കുന്നത് വഴി ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് അഡീഷണൽ റിട്ടേൺ അല്ലെങ്കിൽ എക്സസ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഇതിനെ ഒറ്റ വാക്കിൽ ഡിനോട്ട് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്നാണ്. അതായത് മാർക്കറ്റ് റിട്ടേണിൽ നിന്നും റിസ്ക് ഫ്രീ റിട്ടേൺ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് റിസ്ക് പ്രീമിയം അല്ലെങ്കിൽ അഡീഷണൽ റിട്ടേൺ എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് CAPM മോഡൽ ആൻ ഇൻവെസ്റ്റർ ക്യാൻ ആക്സസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡീഷണൽ റിട്ടേൺ he can get by taking additional risk over and above the risk free return. സോ എത്രത്തോളം അഡീഷണൽ റിസ്ക് കിട്ടുമെന്നും കൂടി ഇൻവെസ്റ്റേഴ്സിന് CAPM മോഡൽ വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. And CAPM also helps in pricing of securities such that underpriced and overpriced securities and guides in proper decision making. സോ സെക്യൂരിറ്റീസ് പ്രോപ്പറായിട്ട് പ്രൈസ് ചെയ്യാനായിട്ടും CAPM മോഡൽ ഹെൽപ്പ് ചെയ്യും. അതായത് ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് CAPM ഹെൽപ്പ് ചെയ്യും. So this is all about the basic concept of capital asset pricing model. Next we will look into the assumptions of CAPM. So as I have said in the previous sessions, every theory has its own assumptions and limitations. എല്ലാ തിയറിക്കും അതിൻ്റേതായ അസംഷൻസും ലിമിറ്റേഷൻസും ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് പിന്നീട് പുതിയ തിയറീസ് ഫോമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അസംഷൻസ് വെച്ചിട്ടാണ് ഈ തിയറി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അസംഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ആ തിയറി നമുക്ക് ഇംപ്രോപ്പർ ആണ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. സോ ദ ഫസ്റ്റ് അസംഷൻ ഓഫ് CAPM ഇസ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ്. സോ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിലെയും ഫസ്റ്റ് അസംഷൻ ഇതായിരുന്നു, മാർക്കറ്റ് ഈസ് എഫിഷ്യൻറ്റ്. സോ പോർട്ട്ഫോളിയോ തിയറി, മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയിലെ സെയിം അസംഷൻസ് കുറേ എണ്ണം ഈ CAPM-നും ഉണ്ട്. ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. സോ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാർക്കറ്റ് എല്ലാം എഫിഷ്യൻ്റ് ആണ്, പ്രോപ്പർ ഇൻഫർമേഷൻ എല്ലാം ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് എക്സസ് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് റിസ്ക് അവേഴ്സ്. സോ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ റാഷണൽ ആണ്, അതായത് മിനിമം റിസ്കിൽ മാക്സിമം റിട്ടേൺ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ റിസ്ക് അവേഴ്സും ആണ്. ലെസ് റിസ്ക് ഉണ്ടാകുമ്പോഴാണ് അവർ മോർ കംഫർട്ടബിൾ, മോർ റിസ്ക് ആണെങ്കിൽ അവർ മോർ ആങ്ഷ്യസ് ആയിരിക്കും.
സോ ഡൈവേഴ്സിഫൈ ചെയ്ത് റിസ്ക് അവേഴ്സ് ചെയ്യാനായിരിക്കും ഇൻവെസ്റ്റേഴ്സ് എല്ലാം നോക്കുന്നത് എന്നാണ് സെക്കൻഡ് അസംഷൻ പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ലെൻഡ് ആൻഡ് ബോറോ അൺലിമിറ്റഡ് എമൗണ്ട്സ് അണ്ടർ ദ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. സോ ഇൻവെസ്റ്റേഴ്സിന് എത്ര വേണമെങ്കിലും റിസ്ക് ഫ്രീ അസറ്റ്സിൽ ലെൻഡ് ചെയ്യുകയും ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. റിസ്കി അസറ്റ്സിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, നല്ലൊരു പോർഷൻ വേണമെങ്കിൽ റിസ്ക് ഫ്രീ അസറ്റ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. And the fourth one is that there are no transaction cost and no personal income taxes. സോ ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റും പേഴ്സണൽ ഇൻകം ടാക്സ് പേയ്മെൻറ്റ്സും ഒന്നും തന്നെ ഇല്ല എന്നാണ് ഫോർത്ത് അസംഷൻ പറയുന്നത്. നെക്സ്റ്റ്, ദ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഷോർട്ട് സെൽ എനി എമൗണ്ട് ഓഫ് എനി ഷെയർസ്. സോ ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് സെല്ല് ചെയ്തിട്ട് പിന്നീട് ബൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റേഴ്സിന് എത്ര എമൗണ്ട് ഓഫ് ഷെയർസും ഷോർട്ട് സെല്ല് ചെയ്യാമെന്നാണ് ഫിഫ്ത്ത് അസംഷൻ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻസ്. സോ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരേപോലെയാണ് ചിന്തിക്കുന്നത്, അവർക്കെല്ലാം ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻസ് ആണ്. ആരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നില്ല, ഒരേ രീതിയിലുള്ള ചിന്താഗതിയാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എന്നാണ് സിക്സ്ത് അസംഷൻ പറയുന്നത്. നെക്സ്റ്റ്, ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എ സെക്യൂരിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ ഇൻ ഇൻഫിനിറ്റ്ലി ഡിവിസിബിൾ യൂണിറ്റ്സ്. സോ എത്ര ചെറിയ യൂണിറ്റ്സ് ആയിട്ട് വേണമെങ്കിലും സെക്യൂരിറ്റീസ് പർച്ചേസും സെയിലും നടത്താം എന്നാണ് സെവൻത് അസംഷൻ പറയുന്നത്. ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് എ സെക്യൂരിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ ഇൻ ഇൻഫിനിറ്റ്ലി ഡിവിസിബിൾ യൂണിറ്റ്സ്. ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യാനും സാധിക്കും എന്നാണ്. പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് CAPMലെ അസംഷൻ എന്ന് പറയുന്നത് അങ്ങനെ സാധിക്കും എന്നാണ്. And the last assumption is that purchase and sale by a single investor cannot affect the prices. സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു വ്യക്തി പർച്ചേസ് ചെയ്തുകൊണ്ടോ സെയിൽ ചെയ്തതുകൊണ്ടോ ആ ഒരു പ്രൈസിൽ, സെക്യൂരിറ്റിയുടെ പ്രൈസസിൽ ഒരു ചേഞ്ചസും വരാൻ പോകുന്നില്ല. ഗ്രൂപ്പായിട്ടുള്ള പർച്ചേസിങ്ങും സെയിൽസും നടക്കുമ്പോൾ മാത്രമാണ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൈസസിലൊക്കെ ചേഞ്ചസ് വരുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ അസംഷൻസ് ഓഫ് CAPM. So next we will move on to the calculation under capital asset pricing model. So we have already said that it expresses the linear relationship between the systematic risk and the expected return. So the formula for calculating the expected return under capital asset pricing model is RI dash is equal to RF plus beta into R dash M minus RF. സോ RI ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ആ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് RF പ്ലസ് ബീറ്റ ഇൻറ്റു RM ഡാഷ് മൈനസ് RF. സോ ഈ ഫോർമുലയെ നമുക്ക് വേണമെങ്കിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് RF ആണ്, അതായത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു റിസ്ക്കും എടുക്കാതെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന റിട്ടേൺ, അല്ലെങ്കിൽ റിസ്ക് ഫ്രീ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് RF ആണ്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് സിസ്റ്റമാറ്റിക് റിസ്ക്. അഡീഷണൽ റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്ന റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. സോ അതിനെയാണ് ബീറ്റ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് റിട്ടേൺസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്നത്, എത്രത്തോളമാണ് ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ബീറ്റ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് പാർട്ട് ഇസ് R ഡാഷ് M മൈനസ് RF. സോ ഇതെന്ന് പറയുന്നത് റിസ്ക് പ്രീമിയം ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് പ്രീമിയം ആണ് കിട്ടുന്നത്. സോ അഡീഷണൽ റിസ്ക് എടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അഡീഷണൽ റിട്ടേൺ, ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ മാർക്കറ്റ് റിസ്ക് പ്രീമിയം. സോ ഫോർമുല ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് പാർട്സ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തത്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ, സെക്കൻഡ് പാർട്ട് ബീറ്റ ആൻഡ് ദ തേർഡ് പാർട്ട് ഇസ് ദ റിസ്ക് പ്രീമിയം. സോ ഈ മൂന്ന് പാർട്സിൻ്റെയും ഒരു സമ്മപ്പാണ് CAPM മോഡലിലെ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വി വിൽ ലുക്ക് ഇൻ ടു ആൻ എക്സാമ്പിൾ. There are two securities P and Q having the values of beta as 0.7 and 1.6 respectively. The risk-free rate is assumed to be 6% and the market return is expected to be 15%. Calculate the expected return on security P and Q. സോ ഇവിടെ രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും ബീറ്റ വാല്യൂസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിസ്ക് ഫ്രീ റേറ്റും തന്നിട്ടുണ്ട്, മാർക്കറ്റ് റിട്ടേണും തന്നിട്ടുണ്ട്. സോ റിസ്ക് ഫ്രീ റേറ്റും മാർക്കറ്റ് റിട്ടേണും
രണ്ട് സെക്യൂരിറ്റീസിനും സെയിം ആയിരിക്കും. ബീറ്റ വാല്യൂസിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. സോ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 6 ആണ്. ബീറ്റ എന്ന് പറയുന്നത് 0.7ഉം 1.6ഉം ആണ്. സോ ഇനി നമുക്ക് വേണ്ടുന്നത് തേർഡ് പാർട്ടായ റിസ്ക് പ്രീമിയം ആണ്. ദാറ്റ് ഇസ് RM ഡാഷ് മൈനസ് RF ദാറ്റ് ഇസ് ഈക്വൽ ടു മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 15 ആണ്. അതുപോലെ തന്നെ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ 15 മൈനസ് 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 ആണ് നമ്മുടെ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. സോ ഫോർമുലയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു. സോ നമുക്കിനി ഫസ്റ്റ് സെക്യൂരിറ്റി പിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ ഫോർമുല ഈസ് RI ഡാഷ് ഇസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM ഡാഷ് മൈനസ് RF. സോ RF എന്ന് പറയുന്നത് 6 ആണ്, ബീറ്റ 0.7 ആൻഡ് ദ റിസ്ക് പ്രീമിയം ഇസ് ഈക്വൽ ടു 15 മൈനസ് 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 9. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 12.3% ആണ്. സെക്യൂരിറ്റി പിയുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 12.3% ആണ്. സോ നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ദ സെക്യൂരിറ്റി ക്യൂ. സോ ക്യൂവിൻ്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1.6 ആണ്. സോ നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 പ്ലസ് 1.6 ഇൻറ്റു 15 മൈനസ് 6 ആണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 20.4% ആണ്. സോ നേരത്തെ എക്സ്പെക്റ്റഡ് റിട്ടേണിനെയും കാട്ടി കൂടിയ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് സെക്യൂരിറ്റി ക്യൂവിനിവിടെ കിട്ടിയത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ കൂടുതൽ ബീറ്റ വാല്യൂ ആണ്. നേരത്തെ 0.7 ആയിരുന്നു, ഇവിടുത്തെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1.6 ആണ്. സോ കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് കൂടുതൽ റിട്ടേണും കിട്ടും. സെക്യൂരിറ്റി ക്യൂ ഹാസ് ഹയർ ബീറ്റ ആൻഡ് എ ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ദാൻ ദ സെക്യൂരിറ്റി പി വിത്ത് ലെസർ ബീറ്റ ആൻഡ് എ ലെസർ എക്സ്പെക്റ്റഡ് റിട്ടേൺ. സോ ബീറ്റ 0.7 ആയിരുന്നപ്പോൾ അവിടുത്തെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 12.3% ആയിരുന്നു. ബീറ്റ 1.6 ആയപ്പോൾ സെക്യൂരിറ്റി ക്യൂവിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് 20.4% ആണ്. So this is all about the calculation of expected return under capital asset pricing model. So here is an assignment question. Security J has a beta of 0.75 while security K has a beta of 1.45. Calculate the expected return for these securities assuming that the risk-free rate is 5% and the expected return of the market is 14%. So നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം മോഡലാണ്. സോ പ്ലീസ് വർക്ക് ഇറ്റ് ഔട്ട്. So in this session we discussed the concept of CAPM model, the major assumption of CAPM and the calculation of expected return under capital asset pricing model. Hope all are clear with the topic. Thank you.